ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേ ഗൈഡൻസ് എന്താണെന്ന്. ഏപ്രിൽ 11th പയൽ നമ്പർ 1ൻ്റെ എനർജീസ് എന്താണ്? താങ്ക് യു. സൺ വന്നിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്, ക്രിയേറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ സ്പിരിച്വലായിട്ടുള്ള ഒരു എനർജി, ഒത്തിരി നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലിൻ എനർജി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടും ഒരു ബ്ലെസ്സിങ് ഉണ്ടാകുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ മണി ഫിനാൻസ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. പ്രോപ്പർട്ടി, പ്രൊട്ടക്ഷൻ, അതൊക്കെ നിങ്ങളുടെ ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് കരിയറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ന്യൂ എനർജി, അതെല്ലാം ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കരിയർ ചേഞ്ച് ആയിരിക്കാം, പുതിയൊരു ജോലിയിലോട്ട് പ്രവേശിക്കുന്നതായിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അറിവിൻ്റെ, നോളേജിൻ്റെ എനർജിയാണ്. അതും ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുതരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം, അവിടെ ഒത്തിരി ഹീലിംഗ്, ഒത്തിരി പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ചൊരു ചാലഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു എനർജിയായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തടസ്സമാണ്. അപ്പോൾ ഗ്രൂപ്പായിട്ടുള്ള ഒരു ആക്ടിവിറ്റി, ഗ്രൂപ്പ് പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോളേജ്, നിങ്ങളുടെ അറിവ് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഒത്തൊരുമയോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വന്നിട്ട് എടുത്തു ചാടി പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതുമായിരിക്കാം. അപ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാനായിട്ടും ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻസ്, എന്തെങ്കിലുമൊക്കെ എനർജി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു പൂർണ്ണരൂപം, ആ ഒരു ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാനായിട്ടുള്ള ഒരു എനർജി, അതെല്ലാം കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കറക്റ്റ് ടൈം, ആ ഒരു ഡിവൈൻ ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്തെടുക്കുന്ന ഡിസിഷൻസ്, ആ സമയത്തെടുക്കുന്ന തീരുമാനങ്ങളും ഈ ഒരു ദിവസം നിങ്ങളെ പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഗ്രൂപ്പാണ്, ചൂസ് ചെയ്യുന്ന ആ ഒരു കമ്പനിയാണ്, അതും പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നതാണ്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം പിതൃക്കളുടെ അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ടും നിങ്ങളെ അല്ലെങ്കിൽ സംരക്ഷിച്ച് നിർത്താനായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജിയാണ്. ഇതെല്ലാം നന്നായിട്ട് ചാനൽ ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്ലെസ്സിങ്സ് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേ ഗൈഡൻസ് എന്താണെന്ന്. പയൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. താങ്ക് യു. നൈറ്റ് ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ഒത്തിരി
അബണ്ടൻസ്, ഒത്തിരി സ്റ്റെബിലിറ്റിയുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വെൽത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ട്, പ്രോപ്പർട്ടി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പെറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം. ക്യൂൻ ഓഫ് കപ്സ്, ക്യൂനും കിങ്ങും വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള എനർജി, വൈകാരികമായിട്ടുള്ള എനർജി, അത് കുറച്ചുകൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും ഇമോഷൻസ് ആയിരിക്കാം നിങ്ങളെ വൈകാരികമായിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടാകാം. അവിടെയും നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആവശ്യമുള്ള സ്പേസിൽ നിങ്ങളുടെ എനർജി കൊടുക്കുക. പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുക. സൈലൻ്റ് ആയിട്ടിരിക്കേണ്ട സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു എനർജി ചൂസ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളോട് കുറച്ചും കൂടെ കമ്പാഷൻ, സ്നേഹത്തിൻ്റെ എനർജിയിൽ പെരുമാറാനായിട്ടും പറയുന്നുണ്ട്. നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ തന്നെ പല കാര്യങ്ങളും ഓർത്തിട്ട് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കാതിരിക്കുക. അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പ്രലോഭനങ്ങളാണ്, അതും ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. 8 ഓഫ് കോയിൻസിൽ കുറച്ച് പേർക്ക് കരിയറിൽ ഒരു ബാലൻസ് കാണുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാസ്റ്റ് എനർജിയാണ്. അവിടെ സംഭവിച്ച എന്തെങ്കിലും മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിങ്ങൾ കൊടുത്ത എഫേർട്ടാണ്, അതുവഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബാലൻസ്, സ്റ്റെബിലിറ്റി വീണ്ടെടുക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ ടാലൻസ് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി പ്രൗഡ് ഫീൽ ചെയ്യുന്ന മൂമെൻ്റ് ആണ്. ഒത്തിരി അഭിമാനം, ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും പുതിയ അറിവുകൾ, ന്യൂസ്, ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി സെലിബ്രേഷൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 6 ഓഫ് വാൻഡ്സിൽ ഒത്തിരി സക്സസ് ആണ്, ഒത്തിരി സെലിബ്രേഷൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പാർട്ട്ണർഷിപ്പിലാണ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സും കാണുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒത്തിരി അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജിയാണ്, ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. ഒൺലി തിങ് നിങ്ങളുടെ ഇമോഷണൽ എനർജി കുറച്ചൊന്ന് കെയർഫുൾ ആകുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.